ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി കച്ചവടത്തിലൂടെ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ബാബു സമ്പാദിച്ചത് 10 കോടിയിലേറെ രൂപയാണ്. എഡിസന് സ്വന്തമായുള്ള 10ലധികം ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കുന്നുണ്ട്. മൂവാറ്റുപുഴയിൽ വീടിനടുത്ത് നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൽ ലഹരിപ്പണം വിനിയോഗിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. ജോലിയുടെ ഭാഗമായി അമേരിക്കയിൽ പോയപ്പോഴും ലഹരി വിൽപ്പനയുടെ സാധ്യതകൾ എഡിസൺ തേടിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 24 എക്സ്ക്ലൂസീവ്. മൂവാറ്റുപുഴയിൽ ഡാർക്ക് നെറ്റിലൂടെ ലഹരി കച്ചവടം നടത്തിയ എഡിസൺ 10 കോടി രൂപയിലധികമാണ് ലഹരി കച്ചവടത്തിലൂടെ സമ്പാദിച്ചതെന്നാണ് NCB കണ്ടെത്തിയത്. 6000-ലധികം ലഹരി ഇടപാടുകൾ ഇയാൾ പിടിയിലാകുന്നതുവരെ നടത്തിയെന്നും NCB കണ്ടെത്തി. ലഹരി കച്ചവടത്തിലൂടെ സ്വന്തമാക്കിയ പണം ഉപയോഗിച്ച് എഡിസൺ എന്തൊക്കെ സ്വത്തുവകകൾ സമ്പാദിച്ചു എന്നതാണ് NCBയുടെ ഇപ്പോഴത്തെ അന്വേഷണം. വീടിന് സമീപം കെട്ടിപ്പൊക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിലടക്കം ലഹരിയുടെ പണം എത്തിയിട്ടുണ്ടോ എന്നതും അന്വേഷണ വിധേയമാണ്. ഇത്തരത്തിൽ ലഹരിപ്പണം ഉപയോഗിച്ച് വാങ്ങിയ സ്വത്തുവകകളെല്ലാം കണ്ടുകെട്ടുമെന്നാണ് NCB വ്യക്തമാക്കുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറായി അമേരിക്കയിൽ ജോലി ചെയ്തിരുന്ന സമയത്തും ലഹരിയുടെ സാധ്യതകളെക്കുറിച്ചാണ് എഡിസൺ തിരക്കിയിരുന്നതെന്ന് NCB കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ വന്ന ശേഷം 6000-ലധികം ലഹരി ഇടപാടുകളാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. ഇയാളുടെ പ്രധാന കൂട്ടാളി അരുൺ തോമസിനും ലഹരി ഇടപാടിൽ നിർണായക ബന്ധമുണ്ട് എന്നാണ് NCB ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അറസ്റ്റിലായ 4 പ്രതികളുടെയും കസ്റ്റഡി അപേക്ഷ നാളെ കോടതി പരിഗണിക്കുമ്പോൾ 4 പ്രതികളെയും ദിവസങ്ങളോളം നീണ്ടുന്ന ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് NCBയുടെ പ്രതീക്ഷ. വിശദമായ ചോദ്യം ചെയ്യലിൽ കിട്ടുന്ന കൂടുതൽ വിവരങ്ങൾ കൂടുതൽ പ്രതികളുടെ അറസ്റ്റിലേക്ക് എത്തിക്കുമെന്നും NCB പ്രതീക്ഷിക്കുന്നു.